Hi all, welcome to my channel. റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ് എന്നുള്ള യൂണിറ്റിലെ മറ്റൊരു ഭാഗമാണ് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് സോഷ്യൽ സയൻസ് റിസർച്ച് എന്നും ആ റിസർച്ചർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഓൾട്ടർനേറ്റീവ്സ് ടു സോഷ്യൽ സയൻസ് റിസർച്ച്. ഒരു സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ ഓൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ ബദലുകൾ എന്തെല്ലാമാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓൾട്ടർനേറ്റീവ്സ് ടു സോഷ്യൽ റിസർച്ച്. ഇതിൽ ഒന്നാമത്താണ് എന്ത്? കോമൺ സെൻസ്, സാമാന്യ ബുദ്ധി. Sociological knowledge tend to be general, if not universal. On the other hand, common sense knowledge is particular and localized. അതായത് സോഷ്യോളജിക്കൽ നോളജ് എന്ന് പറയുന്നത് എന്താ? ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പൊതുവായിട്ടുള്ള ഒരു നോളജിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? സാമൂഹിക ശാസ്ത്രപരമായ അറിവ് അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ നോളജ് എന്ന് പറയുന്നത്. എന്നാൽ കോമൺ സെൻസ് നോളജ്, ഈ കോമൺ സെൻസ് നോളജ് നമ്മൾ ഒരിക്കലും സൊസൈറ്റീന്റെ കോമൺ സെൻസ് നോളജ് നമ്മൾ പറയാറില്ല. മറിച്ച് ഒരു വ്യക്തിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയല്? കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യോളജിക്കൽ നോളജ് ഒരു ജനറൽ ആയിട്ടുള്ള കാര്യവും മറിച്ച് കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യവുമാണെന്നാണ് പറയുന്നത്. Common sense knowledge is the routine knowledge people have of their everyday world and activities. അതായത് ദൈനംദിന ലോകത്തെയും അവിടുത്തെ പ്രവർത്തനങ്ങളെയും കുറിച്ച് ആളുകൾക്കുള്ള ആ ഒരു ധാരണേനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തി അയാളുടെ ഡെയിലി ലൈഫിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും ഏത് രീതിയിലാണ് അവർ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന കാര്യമാണ് എന്ത്? കോമൺ സെൻസ് നോളജ്. കാരണം പലർക്കും പലതരത്തിലായിരിക്കും ഓരോരോ കാര്യങ്ങൾ ചിന്തിക്കുക. അത് ഓരോരോ വ്യക്തികളെ മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത്. So sociology is free from all biases, whereas common sense is a source of bias. മറ്റൊരു ഡിഫറൻസ് എന്താന്ന് വെച്ചാല് കോമൺ സെൻസ് എന്ന് പറയുന്നത് ഒരു പക്ഷാപാതത്തിന്റെ സോഴ്സ് ആണ്. കാരണം കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും എത്താം. കാരണം അതൊരു വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്ത കാര്യമായതുകൊണ്ട് ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു കാര്യം വീണിട്ടാണെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് എന്തിലേക്ക് എത്താം? പക്ഷാപാതത്തിലേക്ക്, ഒരു ബയാസിലേക്ക് എത്താൻ പറ്റും. എന്നാൽ സോഷ്യോളജി അങ്ങനെയല്ല. കാരണം സോഷ്യോളജി എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യമാണ്, ഒരു നോളജ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഫ്രീ ഫ്രം ഓൾ ബയാസസ്, എല്ലാ തരം പക്ഷപാതങ്ങളിൽ നിന്നും ഫ്രീ ആണ്. ഫസ്റ്റത്തെ ഓൾട്ടർനേറ്റീവ് ആണ് സോഷ്യൽ റിസർച്ചിന്റെ ഫസ്റ്റത്തെ ഓൾട്ടർനേറ്റീവ് ആണ് എന്ത്? കോമൺ സെൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് പേഴ്സണൽ എക്സ്പീരിയൻസസ്, വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ. രണ്ടാമത്തായി നമുക്ക് പറയാനുള്ളത് വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ. മെനി തിങ്സ് ഇൻ ദ വേൾഡ് ആർ അണ്ടർസ്റ്റുഡ് ടു ബി ട്രൂ ഓൺ ദി ബേസിസ് ഓഫ് പേഴ്സണൽ എക്സ്പീരിയൻസസ് ആൻഡ് ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി എ ലെജിറ്റിമേറ്റ് സോഴ്സ് ഓഫ് നോളജ്. അതായത് നമ്മുടെ ഈ വേൾഡിലുള്ള ഒരുപാട് കാര്യങ്ങൾ സത്യാന്ന് വിശ്വസിക്കുന്നത് നമ്മളുടെ പേഴ്സണലി ഉള്ള എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പൊ മാത്രമല്ല നമ്മുടെ ഈ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള അറിവെന്നും ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ പേഴ്സണൽ എക്സ്പീരിയൻസസ് പലതരം ആശയക്കുഴപ്പങ്ങളിലേക്കും എത്തിക്കും, പലതരം എറേഴ്സിലേക്കും എത്തിക്കും. അപ്പൊ ഈ പേഴ്സണൽ എക്സ്പീരിയൻസ് മൂലം പ്രധാനമായിട്ടും 4 തരം എറേഴ്സ് ആണ് ഉണ്ടാവാറുള്ളത്. ഓവർ ജനറലൈസേഷൻ, സെലക്റ്റീവ് ഒബ്സർവേഷൻ, പ്രീമെച്യൂർ ക്ലോഷർ, ഹാലോ ഇഫക്റ്റ്. അപ്പം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു കാര്യം എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് മുൻപേ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്തിട്ട് ചിലപ്പോൾ അത് വലിയ രീതിയിലുള്ള എറേഴ്സിലേക്ക് നയിക്കുകയും ചെയ്യും. അപ്പൊ ഈ 4 ടൈപ്സ് ഓഫ് എറേഴ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു പേഴ്സണൽ എക്സ്പീരിയൻസിന്റെ ഫലമായിട്ട്. ആ എറേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റത്താണ് എന്ത്? ഓവർ ജനറലൈസേഷൻ. When you have some evidence that you believe and then assume that it applies to many other situations, sometimes this may go far beyond what can be justified based on the data. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്പൊ നമുക്ക് ഒരു വിഷയത്തില് നമ്മൾ നല്ല പഠിച്ചാണ് നമ്മൾ എക്സാം എഴുതിയത്. പക്ഷെ ആ സാർക്ക് നമ്മളോട് എന്തോ പേഴ്സണലി എന്തോ ഒരു വിരോധം ഉള്ളതിന്റെ ഫലമായിട്ട് സാറ് നമുക്ക് എന്ത് ചെയ്യാണ്? മാർക്ക് നല്ല കുറച്ച് തരികയാണ്. ശരിക്കും അങ്ങനെ ഒരു അധ്യാപനം ചെയ്യാൻ പാടില്ല. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരികയാണ്. അതായത് നമുക്കിപ്പം 50-ല് ഒരു 40 മാർക്ക് കിട്ടുന്ന അത്രത്തോളം നമ്മൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ സാർ എന്തോ ഒരു പേഴ്സണലി നമ്മളോടുള്ള വിദ്വേഷം കൊണ്ട് 20 മാർക്ക് തന്നു. ആ ഒരു അടിസ്ഥാനത്തില് ബാക്കി വിഷയങ്ങളിലെല്ലാം നമുക്ക് മാർക്ക് കുറവാണ്. ശരിക്കും നമ്മൾ കാര്യമായിട്ട് പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ മാർക്ക് കുറവാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ് എന്ത്?
ആ മറ്റേ സാർ എനിക്ക് മാർക്ക് കുറച്ച് ഇട്ട് തന്നത് എന്നോടുള്ള പേഴ്സണലുള്ള വിദ്വേഷം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സാറുമാർക്ക് മൊത്തം എന്നോട് എന്തോ ഒരു വിദ്വേഷമുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും മാർക്ക് കുറഞ്ഞത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഓവറായിട്ട് ജനറലൈസ് ചെയ്യാണ് ഒരു കാര്യത്തിൽ. നമ്മൾ നമ്മുടെ പേഴ്സണലി ഉള്ള ഒരു എക്സ്പീരിയൻസിൽ നിന്നും നമ്മൾ ബാക്കി കാര്യങ്ങളും ഇങ്ങനെ തിങ്ക് ചെയ്ത് ഓവറായിട്ട് ജനറലൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓവർ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ഇതൊരു വലിയ തരത്തിലുള്ള ഒരു ഇററാണ് അല്ലെ. കാരണം ശരിക്കും അങ്ങനെ ഒന്നും അല്ല സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്, ചിന്തിച്ച് അങ്ങനെ ആക്കി തീർക്കാണ്. അടുത്തതാണ് എന്ത്, സെലക്ടീവ് ഒബ്സർവേഷൻ. ഇൻഡിവിജ്വൽ ടേക്സ് സ്പെഷ്യൽ നോട്ടീസ് ഓഫ് സ്മോൾ പോർഷൻ ഓഫ് ദി റിയാലിറ്റി ആൻഡ് ജനറലൈസ് ഫ്രം ദ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിയാലിറ്റി എന്താന്ന് നോക്കാതെ, യാഥാർത്ഥ്യം എന്താന്ന് മനസ്സിലാക്കാതെ, ആ ഒരു ചെറിയ പോർഷൻ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട്, ആ ഒരു ചെറിയ കാര്യം മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ എന്താണ് മൊത്തത്തിൽ ആ ഒരു വേൾഡിനെ മൊത്തത്തിൽ നോക്കിക്കാണുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മള് വേറെ ഒരു സ്കൂളിൽ ചെന്നു. ആ സ്കൂളിലെ ഒരു സാറിന്റെ ക്ലാസ് കേട്ടു, അടിപൊളി ക്ലാസ് ഒക്കെ എന്നൊക്കെ നമ്മൾ പറയാണ്. ആ സ്കൂൾ അടിപൊളിയാണ്, അവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ എന്താ പറയാണ്, അടിച്ചുറപ്പിച്ച് അങ്ങോട്ട് പറയാണ്. പക്ഷെ ശരിക്കും ശരിയാവണമെന്നുണ്ടോ? ഇല്ല. കാരണം നമ്മൾ ആകെ ഒരു ടീച്ചറെ മാത്രമേ കണ്ടിട്ടുള്ളൂ. എല്ലാ ടീച്ചേഴ്സിനെയും കണ്ട് വിലയിരുത്തിയെങ്കിൽ മാത്രമല്ല നമുക്ക് പറയാൻ പറ്റുള്ളൂ സ്കൂൾ എല്ലാ ടീച്ചേഴ്സും നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരാളെ മാത്രം കണ്ടിട്ട് ആ ഒരു ചെറിയ ഒരു സ്മോൾ പോർഷൻ നോളജ് മാത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ മൊത്തത്തിൽ എന്ത് ചെയ്യാണ്, ജനറലൈസ് ചെയ്യണം. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെലക്ടീവ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പ് ഓഫ് എറർ ആണ് പ്രീമെച്വർ ക്ലോഷർ. It operates with that reinforces ഫസ്റ്റ് ടു എറേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് എന്ത്, ഈ പ്രീമേച്ചർ ക്ലോഷർ എന്ന് പറയുന്നത്. പ്രീമേച്ചർ ക്ലോഷർ occurs when the researcher feels that he has all the answers and do not need to listen, seek information or raise question any longer. അതായത് പ്രീമേച്ചർ ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരാള് ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു റിസർച്ചർ ചിന്തിക്കുകയാണ്, എനിക്ക് എല്ലാ ഉത്തരങ്ങളും എനിക്ക് അറിയാം, അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും, മറ്റുള്ളവർ പറയുന്ന കാര്യമൊന്നും ഞാൻ കേൾക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും സംശയമൊന്നും അവരോട് ചോദിക്കേണ്ടതായിട്ടില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രീമേച്ചർ ക്ലോഷർ എന്ന് പറയുന്നത്. അതായത് അയാൾ അത്രത്തോളം, ആ ഒരു റിസർച്ചർ ചിന്തിക്കുകയാണ് എന്താ, ഞാൻ അത്രത്തോളം നോളജ് ഉള്ള ആളാണ്, എനിക്ക് എല്ലാം അറിയാം, എനിക്ക് വേറൊരാളുടെയും ഹെൽപ്പ് വേണ്ട, അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു സംശയമില്ല, ഞാൻ ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആണ്, ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രീമേച്ചർ ക്ലോഷർ എന്ന് പറയുന്നത്. So researcher makes a judgment before one has the amount or depth of evidence required by scientific standards. അതായത് ശാസ്ത്രീയമായിട്ടുള്ള മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായ ആവശ്യമായ തെളിവുകളുടെയോ ഒന്നും ലഭിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യാണ്, ഈ റിസർച്ചർ ഉന്നയിക്കുകയാണ് താനാണ് ശരി എന്നുള്ള ആ ഒരു ഭാവത്തിൽ ഇരിക്കുകയാണ്. സയന്റിഫിക് ആയിട്ടൊന്നും അതെന്ത് ചെയ്തിട്ടുണ്ടാവില്ല, പ്രൂവ് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു ജഡ്ജ്മെന്റ് ആണ്, താനാണ് ശരി, നിനക്ക് എല്ലാ നോളജും ഉണ്ട്, എല്ലാ അറിവും ഉണ്ട്, മറ്റുള്ളവരെ ലിസൺ ചെയ്യേണ്ടതില്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രീ മെച്യൂർ ക്ലോഷർ. പ്രീ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, ഇതിലേക്ക് സയന്റിഫിക്കലി നമ്മൾ അതൊന്നും ചെയ്യാതെ, അതിന്റെ എവിഡൻസ് കാര്യം ഒന്നും കിട്ടാതെ നമ്മൾ അതിന് മുൻപേ ആയിട്ട് ഡിറ്റർമിൻ ചെയ്യാം. അതുകൊണ്ടാണ് പ്രീ മെച്യൂർ ക്ലോഷർ എന്ന് പറയുന്നത്. അടുത്തെന്താ നോക്കാം, ഹാലോ ഇഫക്റ്റ്. We allow the prior reputation of the person, places, or things to color one's evaluation rather than evaluating all in a neutral and equal manner. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, തുല്യമായിട്ട് എല്ലാവരും ട്രീറ്റ് ചെയ്യുന്നതിന് പകരം തൊട്ട് മുൻപേ ഉണ്ടായിരുന്ന സിറ്റുവേഷനും കാര്യങ്ങളും അനുസരിച്ച് ചില പ്രത്യേക ആൾക്കാർക്ക് മാത്രം പ്രത്യേക പരിഗണന കൊടുക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ ഇല്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹാലോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് എല്ലാ കാര്യവും നമ്മൾ ന്യൂട്രലി അല്ലെങ്കിൽ ഈക്വൽ മാനറിലൊന്നും കാണില്ല. ഇത് നമുക്ക് കാണാൻ പറ്റും ചില ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മളിങ്ങനെ പറയും, ചില ടീച്ചേഴ്സിനൊക്കെ ചില കുട്ടികളോട് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം ഉണ്ടാവും. ആ ഇഷ്ടം ഇവർ എന്ത് ചെയ്യും, ചിലപ്പോൾ മാർക്കിൽ അല്ലെങ്കിൽ പേപ്പറിൽ കാണിക്കും.
നമ്മൾ പറയാറുണ്ട് എന്താ നല്ല മാർക്ക് എക്സ്ട്രാ മാർക്ക് അവർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത്. ശരിക്കും ചില ടീച്ചേഴ്സിന് അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ആരോടെങ്കിലും ഒരു പ്രത്യേക ഇഷ്ടവും കാര്യം ഉണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാണ് മാർക്ക് കൊടുക്കുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഹാലോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ശരിക്കും എന്താണ് അവിടെ നടന്നത് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാതെ, ഒറിജിനലി അവിടെ എന്താണ് നടന്നത് എന്നുള്ളതിനെ ഈക്വലൈസ് ചെയ്യാതെ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാതെ, തുല്യത ഒന്നും ഉറപ്പാക്കാതെ തൊട്ട് മുൻപുണ്ടായിരുന്ന ആ ഒരു കാര്യത്തിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യാണ് ഇവാലുവേഷനും കാര്യങ്ങളും ഒക്കെ നടത്തുകയാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഹാലോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതും ഒരു തരം ഇറവാണ്. ക്ലിയർ? താങ്ക് യു. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഓൾട്ടർനേറ്റീവ്സ് ടു സോഷ്യൽ സയൻസ് റിസർച്ച്. സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ ബദലുകൾ എന്തെല്ലാമാണെന്നാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഇപ്പൊ കോമൺ സെൻസ്, അതുപോലെ തന്നെ ഹാലോ ഇഫക്റ്റ്, പേഴ്സണൽ എക്സ്പീരിയൻസ്, അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലെങ്കിൽ പറയണം, ഫീഡ്ബാക്ക് തരണം. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു.